പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ചാരിത്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുണ്ടോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിക്കുന്ന ദൈവവചനം ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു വലിയ സന്തോഷ വാർത്തയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ണുനീരോടെ, വേദനയോടെ, ദുഃഖത്തോടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയുമുള്ള അതിശക്തമായ ദൂത്, ഞാൻ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഹല്ലേലൂയ. അനുഗ്രഹം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസമാണ്, കുളിർമയാണ്. ഹല്ലേലൂയ. ജീവിതത്തെ തകർന്ന് കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, പരിശുദ്ധാത്മാവി പകൽ നിന്നോട് പറയുന്ന ദൂത്, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ സുരക്ഷിതത്വം ഒരു മനുഷ്യന് അത്യാവശ്യമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അത് അനുഗ്രഹം കൂടിയാകുന്നു. രക്തജയം. ഈ ദൈവത്തിന്റെ ദയ, ദൈവിക സുരക്ഷിതത്വം തുടങ്ങിയുള്ള കാര്യങ്ങളെ മനുഷ്യൻ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ ഏത് അവസ്ഥയിൽ ഇരുന്നാലും സ്തോത്രം, തീർച്ചയായും ദൈവം അവനെ അനുഗ്രഹിക്കും. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ തകർന്ന വ്യക്തിയായിരിക്കാം, സങ്കടപ്പെടുന്നവനായിരിക്കാം, ദുഃഖങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവനായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ ദയ എന്നുള്ളത് നിങ്ങൾ ജീവിതത്തിൽ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം തരാൻ ആഗ്രഹിക്കുക. കാരണം ദൈവത്തിന്റെ കൈകൊണ്ട് ചെയ്യുന്ന സകല കാര്യങ്ങളും നമുക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കരം നിന്റെ കരത്തിന്മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ കരങ്ങൾ കൊണ്ട് ചെയ്യുന്നതെല്ലാം നിനക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും കർത്താവിന്റെ മുമ്പിൽ നിങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്തോത്രം, നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവിക പ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നാം ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും പരിശുദ്ധാത്മാവ് അതിന് വലിയൊരു മാറ്റം തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹം എന്ന വാക്കിന് എതിരായിട്ടുള്ള വാക്കാണ് ശാപം എന്ന് പറയുന്നത്. അതെ, അനുഗ്രഹം എവിടെയുണ്ടോ അവിടെ ശാപം കൊണ്ട് തരാൻ പിശാച് തന്ത്രങ്ങൾ മെനയുമ്പോൾ, ശാപത്തെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരും. പിശാച് ശാപത്തിലേക്ക് നിന്നെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, ശാപത്തിലേക്ക് നിന്റെ ദൃഷ്ടി വെക്കാതെ, അതിലേക്ക് നിന്റെ കാൽച്ചുവടുകൾ പോകാതെ അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് നീ തന്നെ നടത്തുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കും കാണുന്നത്, ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ഒരു ഉയർച്ചയെ വെച്ചിട്ടുണ്ട്, ഒരു നന്മ വെച്ചിട്ടുണ്ട്, ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ആമീൻ. ചിലരൊക്കെ പറയുന്നത്, എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ, എനിക്ക് മാത്രമേ ഈ സ്ഥിതിയുള്ളൂ, എൻ്റെ കാര്യം മാത്രം എന്താണ് ഇങ്ങനെയായി പോയത്, എൻ്റെ വിധിയായി എന്നൊക്കെ പറയുന്ന ശ്രോതാവേ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ പറയുന്ന വ്യർത്ഥ വാക്കുകൾ മാറ്റിയിട്ട്, ഹല്ലേലൂയ, ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നിന്റെ ആദരങ്ങൾ തുറന്ന് നീ സ്തോത്രം ചെയ്യുമ്പോൾ നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെ ദൈവം നിന്റെ കണ്ണുകൾക്ക് കാണിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ കണ്ണുകൾ തിന്മയെ നോക്കാതെ നിങ്ങളുടെ കണ്ണുകൾ നന്മയെ മാത്രം നോക്കി കാണുന്നെങ്കിൽ, ഹല്ലേലൂയ, നീ വിഷമിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യും. ഈ ലോകത്ത് മനുഷ്യരെ കാണുമ്പോൾ, പ്രായമായവരെ കാണുമ്പോൾ ചിലർ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഓർത്തു പോകും. ഹല്ലേലൂയ. കാരണം ഓരോരുത്തരും ഉയർച്ചകൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്, അവർക്ക് മാത്രം ഉയർച്ചയും എനിക്ക് മാത്രം താഴ്ചയും, അവർ ഈ പ്രായത്തിൽ സന്തോഷിക്കുന്നല്ലോ, ഞാൻ മാത്രം കരച്ചിലാണല്ലോ എന്നൊക്കെ ഓർത്ത് വിലപിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ പിതാക്കന്മാരെ അനുഗ്രഹത്തോടെ നടത്തിയ ദൈവം, അവർ നരയ്ക്കുവോളം ചുമന്നുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നിന്നെയും നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. കാരണം നിന്നെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ നീ വിലപി
മരവിച്ചു പോകാതെ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നിന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തണം. ഹല്ലേലൂയ. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ഭാരം അനുഭവിക്കുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളുടെ ഒരു വിസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് ഒന്ന് പുതുക്കി കിട്ടാൻ വേണ്ടി, തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വിദേശത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി, തങ്ങളുടെ മക്കൾക്ക് അവിടെ ഒരു പഠനത്തിന് ഒരു അവസരം ഒരുക്കി കിട്ടാൻ വേണ്ടി ഭാരപ്പെടുന്ന മാതാവേ, ഇന്ന് പകൽ ദൈവം നിനക്കും ഒരു അനുഗ്രഹത്തെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നു, ദൈവം ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം പോലെ മറ്റൊരു അനുഗ്രഹം ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാനില്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് കാണുമ്പോൾ ശത്രു പല വിധത്തിലും ആ അനുഗ്രഹത്തെ തട്ടിത്തെറിപ്പിക്കുവാൻ തന്ത്രങ്ങൾ മെനയും. അതുകൊണ്ട് നീ അതിനെ തിരിച്ചറിയണം. യാക്കോബിനെ നോക്കുക, അവൻ തന്റെ പിതാവിന്റെ അനുഗ്രഹം വേണമെന്ന് വളരെയധികം അവൻ ആഗ്രഹിച്ചു. അവന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. അവന് സമ്പത്ത് ഏറെ വേണമെന്നുള്ള ആഗ്രഹം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് അവന്റെ അമ്മയുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അപ്പന്റെ വസ്തുക്കൾ തുടങ്ങിയവയിൽ അവൻ ആഗ്രഹമില്ല, പക്ഷേ അപ്പന്റെ അനുഗ്രഹമാണ് അവൻ ആവശ്യം. യാക്കോബിന്റെ സമ്പത്തുകളിലല്ല അവൻ ആഗ്രഹം. യാക്കോബിന് ആഗ്രഹം എന്താണ്? അപ്പന്റെ അനുഗ്രഹമാണ്. പക്ഷെ ആ അനുഗ്രഹത്തിന് യോഗ്യത ഉള്ളവൻ അവന്റെ മൂത്ത സഹോദരനായിരുന്നു. എന്നാൽ മൂത്ത സഹോദരന്റെ അനുഗ്രഹത്തെയാണ് യാക്കോബ് സ്തോത്രം വാങ്ങിയെടുക്കുന്നത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മകനെങ്കിലും അവൻ ചേട്ടന്റെ അവകാശങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ സംഭവിച്ചത് എന്താണ്? അവന് കണ്ണുനീര് മാത്രമാണ്. യാക്കോബിനെ പിതാവ് പിതാവ് ഇത്രമാത്രം സ്നേഹിച്ചു എന്ന് നാം ചിന്തിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതേ യാക്കോബിനെ സ്നേഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് പകൽ മനം തകർന്നിരിക്കുന്ന സ്വഭാവി ദൈവം നിനക്ക് ചില അനുഗ്രഹങ്ങൾ തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതേ സ്ഥലത്ത് തന്നെ അവന്റെ സഹോദരൻ യേശാവിന്റെ ജീവിതം നോക്കുക. അവൻ തന്റെ പിതാവിന്റെ അടുക്ക് ചെന്ന്, അപ്പ എനിക്ക് ഒരു അനുഗ്രഹം വേണമോ എന്ന് അവൻ നിലവിളിക്കുന്നത് കാണാൻ കഴിയും. അതെ, ഇന്ന് പകൽ ദൈവസന്നിധി അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിന്നെ നിറയ്ക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ജീവിതത്തിൽ തകർന്ന് സാമ്പത്തികമായി ഞെരുങ്ങി കഷ്ടതയിലൂടെ, കടക്കണിയിലൂടെ മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ല, എല്ലാ വാതിലുകളും അടഞ്ഞ അനുഭവത്തിലാണോ സഹോദര സഹോദരി കടന്നു പോകുന്നത്? ദൈവം നിന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിച്ചു വാഗ്ദത്ത ദേശം കൊടുത്ത ദൈവമാ. നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യം വിളിച്ച് വേർതിരിച്ച് ദൈവം നിനക്ക് ചില പുതു വഴികളെ തുറന്നു തരുവാൻ ഇന്ന് പകൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. നിന്റെ കഷ്ടതയെ മാറ്റുവാൻ, നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, ജീവിതത്തിൽ നന്മയുടെ വാതിലുകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുക. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ജീവിതത്തിൽ മടുത്ത നിരാശയുടെ നടുവിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ദൂത്, ഇന്നു മുതൽ അവൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അനുഗ്രഹത്തിന്റെ വാതിലുകൾ, അനുഗ്രഹത്തിന്റെ കലവറ ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ നിന്ദിച്ചവരും അപമാനിച്ചവരും പരിഹസിച്ചവരും ഒക്കെ അവർ നോക്കി നിൽക്കേ ദൈവം നിന്നെ ഉയർത്തുന്നത് കാണുവാൻ കഴിയും. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നാം വായിച്ച വചനം എന്താണ്? കർത്താവ് നമ്മെ ഓർക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ആമേൻ. ഞാൻ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹം വരട്ടെ. സ്വർഗീയ ആത്മീയ അനുഗ്രഹത്താൽ നിറച്ച് ജനത്തിന്റെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.